UDF വികസിപ്പിക്കാനുള്ള BD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും KPCCയുടെയും ഒക്കെ ശ്രമങ്ങൾ പാഴ്വേലകളായി മാറി. ആ ശ്രമങ്ങളിൽ നാണം കെട്ട് നിൽക്കുന്നു VD സതീശൻ അടക്കമുള്ള ടീം. VD സതീശൻ രാഷ്ട്രീയ ചാണക്യൻ എന്ന രീതിയിൽ അല്പമൊക്കെ മുന്നോട്ട് വരികയായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം അത് VD സതീശൻ്റെ വിജയം കൂടിയായിരുന്നു. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അദ്ദേഹമെടുത്ത ശക്തമായ നിലപാട്, ആ നിലപാട് VD സതീശന് കയ്യടി നേടിക്കൊടുത്തു. പക്ഷേ പിന്നീട് VD സതീശൻ കാണിച്ചു കൂട്ടുന്നതെല്ലാം കോമാളിത്തരം. UDF വികസിപ്പിക്കാൻ എന്ന രീതിയിൽ വിഷ്ണുപുരം ചന്ദ്രശേഖറിൻ്റെ കാമരാജ് പാർട്ടിയെ എടുത്തുവെന്ന് VD സതീശൻ പറയുന്നു. വിഷ്ണുപുരം ചന്ദ്രശേഖർ പറയുന്നു അങ്ങനെ ഒരു കാര്യം താൻ അറിഞ്ഞിട്ടില്ല എന്ന്, തന്നോട് ആരും ചർച്ച ചെയ്തിട്ടില്ല, ഇതൊക്കെ VD സതീശന് തോന്നുന്ന കോപ്രായങ്ങളാണ് എന്ന്. ഇതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കോമാളിയായി മാറിയിരിക്കുന്നത് VD സതീശനാണ്. CK ജാനുവും അൻവറും ഒക്കെ UDFിൽ വരുമെന്ന് ഉറപ്പായിരുന്നു. UDFിൻ്റെ അസോസിയേറ്റ് അംഗത്വം അവർക്ക് നൽകുകയും ചെയ്തു. അതിൻ്റെ കൂട്ടത്തിലാണ് സതീശൻ വിഷ്ണുപുരം ചന്ദ്രശേഖരെയും കൂടെ കൂട്ടിയത്. പക്ഷേ ചാഞ്ചാടി നിൽക്കുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖറിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ അനുവാദവും ഒക്കെ വാങ്ങാൻ സതീശൻ ശ്രമിക്കാതെ പോയി. മറ്റൊന്ന്, ഇന്നലെ നടന്ന UDF യോഗത്തിൽ ചർച്ച ചെയ്തത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ രംഗപ്രവേശമാണ്. അതായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ രംഗപ്രവേശം. മാണി ഗ്രൂപ്പിന് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് UDF യോഗത്തിൽ പറഞ്ഞത്. പക്ഷേ ജോസ് കെ മാണി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, ഇനി പൊന്നുകൊണ്ട് തുലാഭാരം നടത്തിയാലും തങ്ങളെ അവഹേളിച്ച് പുറത്തിറക്കിയ UDFിനോടൊപ്പം ഇല്ലെന്ന്. ജോസ് കെ മാണിയുടെ തീരുമാനം കേരളം അംഗീകരിച്ചിരിക്കുന്നു. കാരണം അയാളൊക്കെ പറയുന്ന വാക്കിന് വിലയുള്ള ഒരാളാണ്. സതീശൻ വിഷ്ണുപുരം ചന്ദ്രശേഖരെ എടുക്കാൻ ശ്രമിച്ചതിലൂടെ നടത്തിയ കോമാളിത്തം എന്താണെന്നുള്ളത് സതീശൻ ഇനി അനുഭവിച്ചു തന്നെ അറിയണം. കാരണം മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന്. ഓരോ സംഭവങ്ങളും ഓരോ തരംഗങ്ങളായി മാറുന്ന അവസ്ഥയാണ് ഇനി അങ്ങോട്ട് ഉള്ളത്. ജോസ് കെ മാണിയും ടീമും UDFിലേക്ക് വരാൻ സതീശൻ ആഗ്രഹിക്കുന്നു. സതീശന് ആഗ്രഹമുണ്ടാവുക സ്വാഭാവികം. കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ സതീശന് യോഗ്യത ലഭിച്ചിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം സതീശൻ ഷൈൻ ചെയ്ത് നിൽക്കുകയാണ്. സതീശൻ എടുത്ത തീരുമാനങ്ങൾ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് സതീശൻ എടുത്ത തീരുമാനങ്ങൾ, അതിലേറ്റവും പ്രാധാന്യമുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സതീശൻ എടുത്ത നടപടിയാണ്. അതിനു മുമ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിനെ പുറത്തു നിർത്താൻ സതീശന് സാധിച്ചു. സതീശൻ പറയുന്നത് KPCCക്ക് വഴങ്ങേണ്ടി വന്നു. പക്ഷേ സതീശനാണ് ശരിയെന്ന് പിന്നീട് തെളിഞ്ഞു. പക്ഷേ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെയും കാര്യത്തിൽ സതീശൻ്റെ നയം പാളി. അടവ് നയം സ്വീകരിക്കാൻ സതീശന് അറിയില്ല. അത് സതീശൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. അടവ് നയത്തിലുപരി വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്നുള്ളൊരു നയമാണ് സതീശൻ സാധാരണ സ്വീകരിക്കാറുള്ളത്. പക്ഷേ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ സതീശന് വീഴ്ച പറ്റി. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ കാര്യത്തിലും സതീശന് വീഴ്ച പറ്റി. സതീശൻ പൊന്നുകൊണ്ട് തുലാഭാരം നടത്തിയാലും മാണി ഗ്രൂപ്പ് ഇല്ല എന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ് ജോസ് കെ മാണി. ചുരുക്കത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം സതീശൻ നേടിയ ഒരു ഇമേജ്, ആ ഇമേജ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു.
അധികാരത്തിന് വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ കെൽപ്പുള്ള, ഏത് അറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു രാഷ്ട്രീയക്കാരനായി സതീശൻ അധപതിച്ചിരിക്കുന്നു.